السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഞാൻ ഇന്ന് വിവരിക്കാൻ പോകുന്ന ബദരി സഹാബാക്കളിൽ ആദ്യത്തെ പേര് ഹസ്രത്ത് അബ്ദുല്ല ബിൻ അർ-റബി അൻസാരിയാണ്. ഹസ്രത്ത് അബ്ദുല്ല ബിൻ അർ-റബിന്റെ ബന്ധം ഹിജ്റത്ത് ഗോത്രത്തിലെ ശാഖയായ ബനു അബ്ജറുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഫാത്തിമ ബിൻത് ആമർ എന്നായിരുന്നു. അദ്ദേഹം ബൈഅത്ത് ഉഖബ സാനിയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന് ബദർ, ഉഹദ് യുദ്ധത്തിലും മുഅത്ത യുദ്ധത്തിലും പങ്കെടുക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. മുഅത്ത യുദ്ധത്തിൽ അദ്ദേഹം ഷഹാദത്തിന്റെ സ്ഥാനം വരിച്ചു. മറ്റൊരു സഹാബിയാണ് അത്തിയ ബിൻ നവൈറ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇത്ര മാത്രം വിവരമേ ലഭിച്ചിട്ടുള്ളൂ, അതായത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. പിന്നെ സഅൽ ഇബ്നു ഖൈസ്, ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് നായില ബിൻ സലാമ എന്നാണ്. പ്രശസ്ത കവി അത് കഅബ് ഇബ്നു മാലിക്കിന്റെ പിതൃവ്യ പുത്രനായിരുന്നു. സഅൽ ബദർ, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഉഹദ് യുദ്ധത്തിൽ ഷഹാദത്തിന്റെ സ്ഥാനം വരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എല്ലാ വർഷവും ഉഹദിലെ ശുഹദാക്കളുടെ ഖബർ സന്ദർശിക്കാനായി പോകുമായിരുന്നു. എപ്പോഴാണ് ആ പ്രദേശത്ത് പ്രവേശിക്കുന്നത്, അപ്പോൾ ഉയർന്ന സ്വരത്തിൽ പറയും, അസ്സലാമു അലൈക്കും ലിമാ സബർത്തും ഫനേമ ഉഖബദ്ദാർ. സൂറ റഅദിലെ വചനങ്ങളാണ്. അവിടെ അസ്സലാമു അലൈക്കും എന്നതിന് പകരം സലാമുൻ അലൈക്കും എന്നാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ മേൽ സമാധാനമുണ്ടാകട്ടെ, നിങ്ങൾ ക്ഷമ കൈക്കൊണ്ട കാരണത്താൽ. അസ്സലാമു അലൈക്കും ലിമാ സബർത്തും ഫനേമ ഉഖബദ്ദാർ. അന്തിമ ഭവനം എത്രമാത്രം വിശിഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ ഈ രീതി തുടർന്നിരുന്നു. പിന്നെ ഹസ്രത്ത് മുആവിയ ഹജ്ജ് അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി വരുമ്പോൾ ഉഹദിലെ ശുഹദാക്കളുടെ ഖബറുകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയാറുണ്ടായിരുന്നു, ലൈത അന്നി വദുർതു മഅ അസ്ഹാബിൽ ജബൽ. ഒരുപക്ഷെ ഈ പർവ്വതവാസികളുടെ ഒപ്പം ഞാനും ചേർന്നിരുന്നുവെങ്കിൽ, അതായത് എനിക്കും ഷഹാദത്ത് ലഭിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ഇത്തരത്തിൽ സഅദ് ഇബ്നു അബി വഖാസ് മദീനയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഗാബ. തന്റെ സ്വത്തുക്കൾ നോക്കാൻ പോകുമ്പോൾ ഷുഹദായ ഉഹദിന്റെ ഖബറുകൾ
സന്ദർശിച്ചിരുന്നു. 3 പ്രാവശ്യം അവരോട് സലാം പറഞ്ഞിരുന്നു. പിന്നെ തന്റെ കൂടെയുള്ളവരോട് പറയും, നിങ്ങൾ ഇവരോട് സലാം പറയുകയില്ലേ? നിങ്ങളുടെ സലാമിന് മറുപടി നൽകപ്പെടുന്നതാണ്. ആരാണ് ഇവരോട് സലാം പറയുന്നത്, അത് ഖിയാമത്ത് ദിവസം ആ സലാമിന് മറുപടി നൽകപ്പെടുന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹസ്രത്ത് മുസബ് ബിൻ ഉമേറിന്റെ ഖബറിന്റെ സമീപത്ത് പോകുമ്പോൾ അവിടെ നിന്ന് ദുആ ചെയ്തു. ഈ ആയത്തിന്റെ തിലാവത്തും ചെയ്തു. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലു തബ്ദീല. അല്ലാഹുവുമായി ചെയ്ത കരാർ പാലിച്ച ചില ആളുകൾ ആ സത്യവിശ്വാസികളിലുണ്ട്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ അലൈഹി. അങ്ങനെ അവരിൽ ചിലർ അവരുടെ പ്രതിജ്ഞ പൂർത്തീകരിച്ചിരിക്കുന്നു. അവരിൽ മറ്റു ചിലർ അവസരം കാത്തിരിക്കുകയാണ്. അവർ ഒരു മാറ്റവും തന്റെ നിലപാടിൽ വരുത്തിയിട്ടുമില്ല. പിന്നെ അവിടുന്ന് പറയുന്നു, ഞാൻ സാക്ഷ്യം പറയുന്നതാണ്, അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഇവർ ഷഹീദാക്കപ്പെട്ടവർ. നിങ്ങൾ ഇവരുടെ സമീപത്ത് വന്നു പോകുക, അവരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുക, അവരുടെ മേൽ സലാം പറയുക. ആരുടെ പക്കലാണ് എന്റെ ജീവനുള്ളത്, ആ അസ്തിത്വത്തെ കൊണ്ട് സത്യം, അന്ത്യദിനം വരെ ആരെല്ലാമാണ് ഇവരുടെ മേൽ സലാം പറയുന്നത്, ഇവർ അതിന് ഉത്തരം നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബാക്കൾ അവിടെ പോകുമ്പോൾ അവർക്കായി ദുആ ചെയ്യുകയും സലാം പറയുകയും ചെയ്തിരുന്നു. സഹൽ ഇബ്നു ഖൈസിന്റെ സഹോദരിമാർ ഹസ്രത്ത് സുക്ത, ഹസ്രത്ത് ഉംറ എന്നിവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വിശ്വസിച്ചിരുന്നു. അവിടുന്ന് എന്റെ ബയ്യത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കിയിരുന്നു. അടുത്ത സഹാബി ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ഉമൈർ അൽ അഷ്രി. ബനു ഉമൈറുമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ബന്ധം. അത് അൻസാരിന്റെ ശാഖയാണ്. അദ്ദേഹം ബദറിൽ തന്റെ സഹോദരൻ ഹാജിയോടൊപ്പം പങ്കെടുത്തു. അദ്ദേഹം ഉഹദ് യുദ്ധത്തിലും പങ്കെടുത്തിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഹസ്രത്ത് ഉമ്മെ സാബിത് ബിൻ ഹാരിസ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ വിശ്വസിച്ചിരുന്നു. ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ഉമൈർ ഉഹദ് യുദ്ധത്തിൽ ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ജുബൈറിനോടൊപ്പം മലയിടുക്കിൽ ഉറച്ചുനിന്ന സഹാബാക്കൾപ്പെട്ടിരുന്നു. ബാക്കിയുള്ളവർ വിജയത്തിന്റെ ദൃശ്യം കണ്ട് മുസ്ലിങ്ങളുടെ മറ്റു ജമാഅത്തുകളുമായി ചേരാൻ താഴേക്കിറങ്ങി. ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ഉമൈർ അവരെ ഉപദേശിക്കാൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ആദ്യം അള്ളാഹുവിനെ സ്തുതിച്ചു, പിന്നെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണമെന്ന ഉപദേശം നൽകി. എന്നാൽ അവർ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടില്ല, അവിടം വിട്ടുപോയി. അങ്ങനെ ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ജുബൈറിനോടൊപ്പം 10 കൂടുതൽ സഹാബത്ത് മാത്രമായി ചുരുങ്ങി. ആ സമയത്ത് ഖാലിദ് ബിൻ വലീദ്, ഇക്രിമ ബിൻ അബൂ ജഹലിനെ ആ പ്രദേശം ഒഴിഞ്ഞതായി കണ്ട് ബാക്കിയായ സഹാബത്തിന്റെ മേൽ ആക്രമണം നടത്തി. ഈ ചുരുങ്ങിയ ജമാഅത്ത് അവരുടെ മേൽ അമ്പുകൾ എയ്തു. ആ സമയത്തിനുള്ളിൽ അവർ ഇവരുടെ അടുത്തെത്തി നിമിഷനേരം കൊണ്ട് അവരെല്ലാവരെയും ഷഹീദാക്കി. അതിന്റെ വിശദമായ വിവരം ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്തുൽ ഖാത്തമുൻ നബീനിൽ ഉഹദിന്റെ സംഭവം വിവരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിന്റെ സഹായത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നേറി ഉഹദിന്റെ താഴ്വരയിൽ താവളമടിച്ചു. എപ്രകാരം എന്നാൽ ഉഹദ് പർവ്വതം മുസ്ലിങ്ങളുടെ പുറകിലായി, മദീന അങ്ങനെ മുന്നിലുമായി. ഇത്തരത്തിൽ അവിടുന്ന് തന്റെ സേനയുടെ പിൻഭാഗത്തെ സുരക്ഷിതമാക്കി. എന്നാൽ അക്കസ് പർവ്വതത്തിൽ ഒരു മലയിടുക്കുണ്ടായിരുന്നു. അതിലൂടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. അതിന്റെ സുരക്ഷയ്ക്കായി അവിടുന്ന് ചെയ്ത സംവിധാനം അബ്ദുല്ലാ ഇബ്നു ജുബൈറിന്റെ നേതൃത്വത്തിൽ 50 അമ്പ് എഴുത്തുകാരെ അവിടെ നിയോഗിച്ചു. അവർക്ക് താക്കീത് നൽകിയിരുന്നു, എന്തു തന്നെ സംഭവിച്ചാലും ആ മലയിടുക്ക് ഉപേക്ഷിച്ചു കളയരുത്, ശത്രുക്കളുടെ മേൽ അമ്പ് അയച്ചുകൊണ്ടേയിരിക്കുക. അവിടുന്ന് ആ മലയിടുക്കിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള എത്രമാത്രം ചിന്തയുണ്ടായിരുന്നു എന്നാൽ
അബ്ദുല്ലാഹിബിന് ജുബൈറിനോട് ഇടതടവില്ലാതെ, അതായത് ആവർത്തിച്ച് പറഞ്ഞു, ആ മലയിടുക്ക് ഒരിക്കലും ഒഴിഞ്ഞു കിടക്കരുത്. ഇനി നിങ്ങൾ കാണുകയാണ്, നമുക്ക് വിജയം ലഭിക്കുകയും ശത്രുക്കൾ വിരണ്ടോടിയാലും നിങ്ങൾ ആ സ്ഥലം ഉപേക്ഷിച്ചു പോകരുത്. ഇനി മുസ്ലിങ്ങൾ പരാജയപ്പെടുകയും ശത്രുക്കൾ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു എന്നിരുന്നാലും ഈ സ്ഥലത്തു നിന്ന് നിങ്ങൾ മാറി നിൽക്കരുത്. മറ്റൊരു നിവേദനത്തിൽ ഈ വാക്കുകളും വരുന്നു, നിങ്ങൾ കാണുകയാണ്, പക്ഷികൾ ഞങ്ങളുടെ മാംസം കൊത്തിവലിക്കുകയാണ്, എന്നിരുന്നാലും നിങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് പിൻവാങ്ങരുത്. നിങ്ങൾ ഇവിടെ നിന്ന് പിൻവാങ്ങിയാൽ കൽപ്പന ലഭിക്കുന്നത് വരെ, അതായത് അവിടുന്ന് കൽപ്പന നൽകുന്നത് വരെ അവിടുന്ന് മാറരുത്. ഇത്തരത്തിൽ തന്റെ സൈന്യത്തെ നല്ലതുപോലെ സുരക്ഷിതമാക്കി അവിടുന്ന് ഇസ്ലാമിക സൈന്യത്തിന്റെ നിര തയ്യാറാക്കി വിവിധ സേനകൾക്ക് വെവ്വേറെ അമീറുമാരെ നിയോഗിച്ചു. അബ്ദുല്ലാഹിബ്നു ജുബൈറിന്റെ കൂട്ടാളികൾ വിജയം നേടിയതായി കണ്ടപ്പോൾ അവർ തങ്ങളുടെ നേതാവിനോട്, അബ്ദുല്ലാഹിബ്നു ജുബൈറിനോട് പറഞ്ഞു, ഇപ്പോൾ വിജയം ലഭിച്ചിരിക്കുന്നു, മുസ്ലിങ്ങൾ യുദ്ധം മുതൽ സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കും മുസ്ലിങ്ങളോടൊപ്പം ചേരാൻ അനുവാദം നൽകിയാലും. അബ്ദുള്ള അവരെ തടഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ താക്കീതോടുകൂടിയ നിർദ്ദേശം അവരെ ഓർമ്മിപ്പിച്ചു. എന്നാൽ അവർ വിജയത്തിന്റെ സന്തോഷത്താൽ ഉന്മത്തരായി മാറി. അതുകൊണ്ട് അവർ പിൻവാങ്ങിയില്ല. ഇതും പറഞ്ഞുകൊണ്ട് അവർ താഴേക്ക് ഇറങ്ങി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ഇതാണ്, പൂർണ്ണ സമാധാനം കൈവരുന്നത് വരെ മലയിടക്ക് ഉപേക്ഷിക്കരുതെന്നാണ്. എന്നാൽ ഇപ്പോൾ വിജയം പൂർണ്ണമായി ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് പോകുന്നതിൽ വിരോധമില്ല. അബ്ദുല്ലാഹിബ്നു ജുബൈറിനെ കൂടാതെ അദ്ദേഹത്തിലെ 5-7 കൂട്ടാളികൾ മാത്രമല്ലാതെ മറ്റാരും തന്നെ ആ മലയിടുക്കിന്റെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നില്ല. ഖാലിദ് ബിൻ വലീദിന്റെ തീക്ഷ്ണ ദൃഷ്ടി വളരെ ദൂരത്ത് നിന്ന് മലയിടുക്ക് വീക്ഷിച്ചപ്പോൾ അത് ശൂന്യമായി കിടക്കുന്നത് കണ്ടു. ഉടനെ വളരെ വേഗത്തിൽ തന്റെ സഹായികളെ സ്വരുക്കൂട്ടി ആ മലയിടുക്കിലേക്ക് കുതിച്ചു. അതിന് പുറകിലായി ഇക്രിമ ഇബ്നു അബൂജഹലും തന്റെ സേനയെയും കൂട്ടി അവിടെ എത്തിച്ചേർന്നു. ഈ 2 സേനയും അബ്ദുല്ലാഹിബ്നു ജുബൈറിനെയും അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ കൂട്ടാളികളെയും നിമിഷ നേരം കൊണ്ട് ഷഹീദാക്കി. മുസ്ലിം സേനയുടെ പുറകിൽ നിന്ന് പെട്ടെന്ന് ആക്രമണം അഴിച്ചുവിട്ടു. അടുത്തത് ഹസ്രത്ത് ഉബൈദ് ബിൻ ഓസ് അൻസാരിയുടേതാണ്. പിതാവ് ഔസ് ബിൻ മാലിക്കാണ്. ഹസ്രത്ത് ഉബൈദ് ബിൻ ഓസ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ബദർ യുദ്ധത്തിൽ ഹസ്രത്ത് അക്കീൽ ബിൻ അബൂ താലിബിനെ തടവിലാക്കിയിരുന്നു. അതുപോലെ പറയപ്പെടുന്നു ഹസ്രത്ത് അബ്ബാസ് ഹസ്രത്ത് നൌഫലിനെയും തടവിലാക്കിയിരുന്നു. അദ്ദേഹം ഈ 3 പേരെയും കയറുകൊണ്ട് ബന്ധിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം ഹാജരായി. അവിടുന്ന് പറഞ്ഞു, ലഖദ് ആനക അലൈഹിം മലക്കുൽ കരീം, തീർച്ചയായും ഈ കാര്യത്തിൽ ഒരു അന്തസ്സുറ്റ മലക്ക് നിന്നെ സഹായിച്ചിരിക്കുന്നു. ഈ കാര്യത്താൽ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുക്കരീൻ എന്ന സ്ഥാനപ്പേര് നൽകി, അതായത് ചങ്ങല കൊണ്ട് വലിക്കുന്നവൻ. മറ്റു നിവേദനത്തിൽ ഇതും വന്നിരിക്കുന്നു. ഹസ്രത്ത് അബ്ബാസിനെ ബദർ യുദ്ധത്തിൽ തടവിലാക്കിയത് ഹസ്രത്ത് അബ്ദുൽ ജസർ കാബിനു അജർ ആയിരുന്നു. ഹസ്രത്ത് ഉബൈദ് ബിൻ ഓഫ് ഹസ്രത്ത് ഉമാമ ബിൻ അന്നുമാനെ വിവാഹം ചെയ്തു. ഹസ്രത്ത് ഉമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വിശ്വസിച്ചിരുന്നു. അങ്ങയുടെ ബയ്യത്തിന്റെ അനുഗ്രഹം കരസ്ഥമാക്കിയിരുന്നു. അബ്ദുല്ല ബിൻ ജുബൈറിനെ കുറിച്ചുള്ള വിവരണമാണ് ഇനി. അത് മുമ്പ് ഒരു സഹാബിയെ കുറിച്ച് വിവരിച്ചപ്പോൾ വന്നിരുന്നതാണ്. അദ്ദേഹവും ഉണ്ടായിരുന്നു. അദ്ദേഹവും ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജുബൈറിന്റെ പകരക്കാരനായിരുന്നു അദ്ദേഹം. ബയ്യത്തെ ഉഖുബ സാനിയയിൽ പങ്കെടുത്ത 70 അൻസാരിങ്ങളിൽ ഇദ്ദേഹം ഉൾപ്പെടുന്നു. അദ്ദേഹം ബദർ, ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഷഹാദത്ത് ലഭിച്ചു. ഹസ്രത്ത് അബുൽ ആസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മകൾ ഹസ്രത്ത് സൈനബിന്റെ ഭർത്താവായിരുന്നു. ബദർ യുദ്ധത്തിൽ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് പങ്കെടുത്തിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജുബൈർ ഇദ്ദേഹത്തെ തടവിലാക്കി. ഇതിന്റെ വിശദീകരണം വിവരിച്ചുകൊണ്ട് സീറത്തുൽ ഖാതമുൻ നബീനിൽ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജാമാതാവ് അബുൽ ആസ് ബദറിലെ തടവുകാരിൽ ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മോചനദ്രവ്യമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മകൾ സൈനബ് ഇതുവരെ മക്കയിലായിരുന്നു. കുറച്ച് സാധനങ്ങൾ അയച്ചു നൽകി.
അതിൽ അവരുടെ ഒരു മാലയുണ്ടായിരുന്നു. ഈ മാല ഹദ്റത്ത് ഖദീജ സ്ത്രീധനം എന്ന നിലയിൽ തന്റെ മകൾക്ക് നൽകിയതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ മാല കണ്ടപ്പോൾ മരണപ്പെട്ട ഖദീജയുടെ ഓർമ്മകൾ തന്റെ ഹൃദയത്തിൽ നവീകരിക്കപ്പെട്ടു. തന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. സഹാബാക്കളോടായി പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സൈനബിന്റെ ധനം അവർക്ക് തിരിച്ചു നൽകുക. സഹാബാക്കൾ സൂചനയ്ക്കായി കാത്തു നിൽക്കുകയായിരുന്നു. സൈനബിന്റെ ധനം ഉടൻ തന്നെ തിരികെ നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പണമായി മോചനദ്രവ്യം നൽകുന്നതിന് പകരമായി അബുൽ ആസുമായി ഈ നിബന്ധന വെച്ചു, അയാൾ മക്കയിൽ പോയി സൈനബിനെ മദീനയിലേക്ക് അയക്കുക. ഇவ்விധത്തിൽ ഒരു വിശ്വാസിനിയുടെ ആത്മാവ് അന്ധകാര നിബിഡമായ അറയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതായിരിക്കും. കുറച്ചു കാലത്തിന് ശേഷം അബുൽ ആസ് മുസ്ലിമായിക്കൊണ്ട് മദീനയിൽ ഹിജ്റത്ത് ചെയ്തു വന്നു. അങ്ങനെ ഭാര്യയും ഭർത്താവും വീണ്ടും ഒന്നിച്ചു. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അബ്ദുല്ല ബിൻ ജുബൈറിനെ 50 പേരടങ്ങുന്ന അമ്പെയ്ത്തുകാരുടെ മേൽനോട്ടക്കാരനായി നിയമിച്ചു. അത് മുസ്ലിങ്ങളുടെ പുറകിലുള്ള മലയിടുക്ക് സംരക്ഷിക്കുന്നതിനായി നിയോഗിച്ചതായിരുന്നു. ബാക്കി വിവരം അബ്ദുല്ല ബിൻ ഉമേറിന്റെ സംഭവത്തിൽ വിവരിച്ചിരുന്നു. അതിലും ഉപരിയായി കുറച്ച് ഇപ്രകാരമാണ്. മിർസ ബഷീർ സാഹിബ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി ഉഹദിന്റെ താഴ്വരയിൽ താവളമടിച്ചു. അങ്ങനെ ഉഹദ് പർവ്വതം മുസ്ലിങ്ങളുടെ പുറകിൽ വരത്തക്ക വിധവും അങ്ങനെ മദീന മുൻവശത്താകുന്ന രീതിയിലുമായിരുന്നു. ഇത്തരത്തിൽ സൈന്യത്തിന്റെ പിൻഭാഗത്തെ സുരക്ഷിതമാക്കി. അവിടുന്ന് ഈ സംവിധാനവും ഒരുക്കിയിരുന്നു. അതായത് ഹദ്റത്ത് അബ്ദുല്ല ബിൻ ജുബൈറിയയുടെ നേതൃത്വത്തിൽ 50 അമ്പെയ്ത്തുകാരായ സഹാബാക്കളെ നിയോഗിച്ച് കൊണ്ട് അവർക്ക് താക്കീത് നൽകി, എന്ത് സംഭവിച്ചാലും ശരി നിങ്ങൾ ആ സ്ഥലം ഉപേക്ഷിക്കരുത്. ശത്രുക്കളുടെ മേൽ അമ്പ് വർഷിച്ചുകൊണ്ടേയിരിക്കുക. മുമ്പും ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഈ മലയിടുക്ക് സുരക്ഷിതമാക്കി വെക്കണമെന്ന ചിന്ത എത്രമാത്രം ഉണ്ടായിരുന്നു എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അബ്ദുല്ല ബിൻ ജുബൈറിനോട് ആവർത്തിച്ചു പറഞ്ഞു, നോക്കുക, ഈ മലയിടുക്ക് ഒരിക്കലും ശൂന്യമായിരിക്കാൻ പാടില്ല. ഇനി വിജയം തന്നെ ലഭിച്ചാലും ശത്രുക്കൾ പിൻവാങ്ങി ഓടിയാലും അപ്പോഴും നിങ്ങൾ ഈ സ്ഥലം ഉപേക്ഷിക്കരുത്. ഇനി മുസ്ലിങ്ങൾക്ക് പരാജയം സംഭവിച്ചാലും നമ്മുടെ മേൽ അവർ ആധിപത്യം ഉണ്ടാക്കിയാലും ശരി നിങ്ങൾ ഈ സ്ഥലം ഉപേക്ഷിക്കരുത്. ഹദ്റത്ത് ബറാ ബിൻ ആസ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉഹദ് യുദ്ധ ദിവസം ഒരു സേനയുടെ നേതൃത്വം അബ്ദുല്ല ബിൻ ജുബൈറിന് നൽകി. അത് 50 പേരായിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ സ്ഥലത്ത് നിന്ന് ഒഴിയരുത്, മാറിപ്പോകരുത്. പക്ഷികൾ ഇവിടെ കൊത്തിവലിച്ചാലും ശരി സ്വന്തം സ്ഥലത്ത് നിൽക്കുക. ഞാൻ നിങ്ങളെ വിളിക്കാൻ ആളെ അയക്കും എന്നതുവരെ നിങ്ങൾ ആ അവസ്ഥയിൽ തന്നെ നിൽക്കുക. നിങ്ങൾ ഞങ്ങളെ ഈ അവസ്ഥയിൽ കണ്ടാലും ശരി, ജനങ്ങൾ ഞങ്ങളെ പരാജയപ്പെടുത്തി തുരത്തി ഓടിച്ചു, എന്നിരുന്നാലും ഈ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകരുത്, ഏതുവരെ ഞാൻ നിങ്ങളെ വിളിക്കാൻ അയക്കുന്നുവോ. അങ്ങനെ മുസ്ലിങ്ങൾ അവർക്ക് നാശനഷ്ടം വരുത്തി, പരാജയപ്പെടുത്തി. ഹദ്റത്ത് ബറാ പറയുന്നു, അള്ളാഹു സത്യം, ഞാൻ ബഹുദൈവ വിശ്വാസികളായ സ്ത്രീകളെ കണ്ടു, അവർ ഓടുകയാണ്. അവരുടെ വസ്ത്രം അവർ ഉയർത്തിപ്പിടിച്ചിരുന്നു. അക്കാലത്ത് യുദ്ധങ്ങളിൽ സ്ത്രീകളും പോയിരുന്നു, യുദ്ധ ആവേശത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. അവരുടെ പാദങ്ങളും കാൽമുട്ടുകളും നഗ്നമായിരുന്നു. ഇത് കണ്ട് ഹദ്റത്ത് അബ്ദുല്ല ബിൻ ജുബൈറിന്റെ കൂട്ടാളികൾ പറഞ്ഞു, ജനങ്ങളെ, നമുക്ക് യുദ്ധം മുതൽ ശേഖരിക്കാം. നിങ്ങളുടെ കൂടെയുള്ളവർ വിജയിച്ചിരിക്കുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇനി കാത്തിരിക്കുന്നത്? ഹദ്റത്ത് അബ്ദുല്ല ബിൻ ജുബൈർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ വിസ്മരിച്ചു കളഞ്ഞു. ആ ആളുകൾ അഥവാ സ്ഥലം വിട്ടു പോകാൻ ആഗ്രഹിച്ചവർ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ അവരുടെ അടുത്ത് പോവുകയും യുദ്ധം മുതൽ ശേഖരിക്കുകയും ചെയ്യും. യുദ്ധം മുതൽ ബാക്കിയുള്ളവർ അവിടെ ശേഖരിക്കുന്നുണ്ട്, അവിടേക്ക് ഞങ്ങൾ പോകുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവരുടെ മുഖം തിരിക്കപ്പെട്ടു. പരാജയപ്പെട്ടുകൊണ്ട് വിരണ്ടോടി, അതായത് ശത്രുക്കൾ വീണ്ടും ആക്രമിച്ചു. ആ വിജയം വിപരീതമായി ഭവിച്ചു. അദ്ദേഹം എഴുതുന്നു, ഹദ്റത്ത് ബറാഖ്, ഈ ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നു, പ്രവാചകൻ നിങ്ങളെ
പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ആലിമ്രാൻ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പക്കൽ 12 പേരില്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവിശ്വാസികൾ ഞങ്ങളുടെ 70 പേരെ ഷഹീദാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അദ്ദേഹത്തിന്റെ സഹാബത്തും ബദർ യുദ്ധത്തിൽ ശത്രുക്കളുടെ 140 പേർക്ക് നാശമുണ്ടാക്കിയിരുന്നു. 70 വധിക്കപ്പെട്ടവർ, 70 തടവുകാർ. അബൂ സുഫിയാൻ 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളംബരപ്പെടുത്തി ഈ വിവരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഉഹദ് യുദ്ധത്തിൽ സംഭവിച്ചതാണ്. ഇവരിൽ മുഹമ്മദ് ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ അതിന് ഉത്തരം നൽകുന്നതിന് തടഞ്ഞു. അവിശ്വാസികളുടെ പരാജയം ജയമായി മാറി. അവർ വീണ്ടും മലയിടുക്ക് വഴി ആക്രമിച്ച് മുസ്ലിങ്ങളെ വളഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളിൽ മുഹമ്മദ് ഉണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഉത്തരം നൽകുന്നതിൽ നിന്ന് തടഞ്ഞു. പിന്നെ അയാൾ 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, നിങ്ങളിൽ അബൂ ഖഹാഫയുടെ മകനുണ്ടോ? അതായത് ഹദ്റത്ത് അബൂബക്കർ ഉണ്ടോ? പിന്നെ 3 പ്രാവശ്യം ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു ഹിതാബ് ഉണ്ടോ? അതായത് ഹദ്റത്ത് ഉമറിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ തന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ഭാഗത്തേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോഴെല്ലാം ഉത്തരം നൽകണ്ട എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു, അയാൾ തന്റെ കൂട്ടാളികളുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, അവരെല്ലാം വധിക്കപ്പെട്ടിരിക്കുന്നു. ഈ 3 പേരാണ് അവരുടെ നേതാക്കന്മാർ. ആ 3 പേരും വധിക്കപ്പെട്ടു. ഇത് കേട്ട് ഹദ്റത്ത് ഉമർ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ പ്രതിയോഗി, നീ കള്ളമാണ് പറയുന്നത്. നീ എടുത്തു പറഞ്ഞ എല്ലാവരും ജീവിച്ചിരിക്കുന്നു. ഏതൊരു കാര്യമാണ് നിനക്ക് അസഹനീയമായിട്ടുള്ളത്, അത് നിനക്കായി ഇനിയും ഒരുപാട് ബാക്കിയായിരിക്കുന്നു. അബു സുഫിയാൻ പറയുന്നു, ഈ യുദ്ധം ബദറിന്റെ യുദ്ധത്തിന് പകരമാണ്. യുദ്ധം ഒരു കുംഭം കണക്കാണ്. ചിലപ്പോൾ അവരുടെ വിജയം, ചിലപ്പോൾ ഇവരുടെ വിജയം. നിങ്ങൾ അവരിൽ ചില മൃതദേഹങ്ങൾ കാണും. അവരുടെ മൂക്കും വിച്ഛേദിച്ചിട്ടുണ്ടാവും, അതായത് അവയവങ്ങൾ ഛേദിച്ചിട്ടുണ്ടാവും. അയാൾ പറഞ്ഞു, ഞാനത് ഉത്തരവൊന്നും നൽകിയില്ല, എന്നാൽ അതിനെ ഞാൻ മോശമായി കണ്ടിട്ടില്ല. പിന്നെ അതിനുശേഷം അയാൾ ഈ മുദ്രാവാക്യം ചൊല്ലാൻ തുടങ്ങി, ഉഹുൽ ഉഹുബുൽ ഉഹുൽ ഉഹുബുൽ, ഹുബലിന്റെ വിജയം, ഹുബലിന്റെ വിജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി അതിന് നിങ്ങൾ ഉത്തരം നൽകില്ലേ? സഹാബ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ എന്താണ് പറയേണ്ടത്? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പറയുക, അള്ളാഹു ആല വജൽ, അള്ളാഹു ആണ് ഏറ്റവും ഉന്നതവും മഹത്വമുടയവനും. പിന്നെ അബൂ സുഫിയാൻ പറഞ്ഞു, ഉസ ഞങ്ങളുടേതാണ്, നിങ്ങൾക്കായി യാതൊരു ഉസയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനും ഉത്തരം നൽകിയില്ലേ? ഹദ്റത്ത് ബറാ ഇബ്നു ആസ് പറയുന്നു, സഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ എന്താണ് പറയേണ്ടത്? അവിടുന്ന് പറഞ്ഞു, പറയുക, അള്ളാഹു മൗലാന വല മൗലാലക്കും, അള്ളാഹു ഞങ്ങളുടെ സഹായിയാണ്, നിങ്ങൾക്ക് യാതൊരു സഹായിയുമില്ല. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ സംഭവം ധാരാളമായി വിവരിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തെ സംബന്ധിച്ച് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ചുറ്റുമുള്ള സഹാബാക്കൾ അവിശ്വാസികളുടെ മുന്നേറ്റത്താൽ പിറകിലേക്ക് മാറ്റപ്പെട്ടിരുന്നു. അവിശ്വാസികൾ മാറിയപ്പോൾ അവർ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചുറ്റും ഒത്തുകൂടി. അവിടുന്ന് പരിശുദ്ധ ദേഹത്തെ അവർ ഉയർത്തി. ഒരു സഹാബി ഉബൈദ് ബിനു അൽ ജഹാറിൻ തന്റെ പല്ലുകൊണ്ട് അവിടുന്ന് ശിരസിൽ തറച്ച ആണി ശക്തമായി വലിച്ചു. അത് കാരണം അദ്ദേഹത്തിന്റെ 2 പല്ലുകൾ അടർന്നുപോയി. കുറച്ചു സമയത്തിന് ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബോധം തെളിഞ്ഞു. സഹാബാക്കൾ വീണ്ടും ഒത്തുകൂടുന്നതിനായി മൈതാനത്തിന്റെ 4 വശത്തേക്കും ആളുകളെ അയച്ചു. വിരണ്ടോടിയ സൈന്യം വീണ്ടും ഒരുമിച്ച് കൂടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൂട്ടി പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് പോയി. കൂവെ താഴ്വരയിൽ ബാക്കിയായ സൈന്യം ഒത്തുകൂടിയപ്പോൾ അബൂ സുഫിയാൻ വലിയ ശബ്ദത്തിൽ പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദിനെ വധിച്ചിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അബൂ സുഫിയാന്റെ വാക്കുകൾക്ക് മറുപടി നൽകിയില്ല. സത്യാവസ്ഥ അവരറിഞ്ഞാൽ ശത്രുക്കൾ വീണ്ടും ആക്രമണത്തിന് തയ്യാറായെങ്കിലോ എന്ന് കരുതി. കാരണം മുസ്ലിങ്ങൾ അപ്പോഴും വലിയ ബലഹീനാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മുറിവേറ്റ സഹാബാക്കൾ വീണ്ടും ശത്രുക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നതാണ്. ഇസ്ലാമിക സൈന്യത്തിൽ നിന്ന് ഇതിന് യാതൊരു മറുപടി ലഭിച്ചില്ല. അപ്പോൾ അബൂ സുഫിയാൻ തന്റെ വിചാരം ശരിയാണെന്ന് കരുതി വലിയ ഉച്ചത്തിൽ ശബ്ദം നൽകി പറഞ്ഞു, ഞങ്ങൾ അബൂബക്കറിനെ വധിച്ചിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനും കൽപ്പന നൽകി, ഒരു മറുപടിയും നൽകരുത്. പിന്നെ അബൂ സുഫിയാൻ ശബ്ദമുയർത്തി, ഞങ്ങൾ ഉമറിനെയും വധിച്ചിരിക്കുന്നു. അപ്പോൾ ഉമർ വലിയ ആവേശത്തിലായി.
അതിന് ഉത്തരമായിക്കൊണ്ട് ഇത് പറയാൻ ആഗ്രഹിച്ചു, ഞങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജീവനോടെയുണ്ട്, നിങ്ങളുമായി മത്സരിക്കാൻ തയ്യാറുമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തടഞ്ഞു. മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിൽ അകപ്പെടുത്തരുത്, നിശബ്ദനായിരിക്കുക. അപ്പോൾ അവിശ്വാസികൾക്ക് പൂർണ്ണ വിശ്വാസമായി ഇസ്ലാമിന്റെ സ്ഥാപകരെയും വലത്തും ഇടത്തുമുള്ള കരങ്ങളെയും ഞങ്ങൾ വധിച്ചിരിക്കുന്നു. ഇതിൽ അബൂ സുഫിയാൻ കൂട്ടാളികൾ മുദ്രാവാക്യം മുഴക്കി, യാ ഉഹുൽ ഹുബുൽ, ഞങ്ങളുടെ ബഹുമാനായ ബിംബം ഹുബുലിന്റെ മഹത്വം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് അത് ഇസ്ലാമിനെ അവസാനിപ്പിച്ചിരിക്കുന്നു. മുസ്ലിം മൗദ് റളിയല്ലാഹു തആല പറയുന്നു, തന്റെ മരണ വിളംബരത്തിലും അബൂബക്കറിന്റെ മരണ വിളംബരത്തിലും ഉമറിന്റെ മരണ വിളംബരത്തിലും നിശബ്ദ പാലിക്കുക എന്ന് ഉപദേശിച്ച ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുറിവേറ്റ സഹാബാക്കളുടെ മേൽ ശത്രു സേന വീണ്ടും ആക്രമണത്തിന് മുതിരാതിരിക്കാൻ വേണ്ടി, ഈ വിരലിലെണ്ണാവുന്ന മുസ്ലിങ്ങൾ അവരുടെ കൈകളാൽ ഷഹീദാക്കപ്പെടാതിരിക്കാനും വേണ്ടി നിശബ്ദനായിരുന്നു. എന്നാൽ ഇപ്പോൾ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ഷിർക്കിന്റെ മുദ്രാവാക്യം ആ മൈതാനത്ത് മുഴങ്ങാൻ തുടങ്ങി. അപ്പോൾ അങ്ങയുടെ ആത്മാവിന് അസ്വസ്ഥതയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ആവേശത്തോടെ സഹാബാക്കളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല? സഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല്, ഞങ്ങൾ എന്താണ് പറയേണ്ടത്? പറഞ്ഞു, അല്ലാഹു അഅല വജൽ, അല്ലാഹു അഅല വജൽ, നിങ്ങൾ കള്ളമാണ് പറയുന്നത്. ഹുബലിന് ഉന്നതമായ ഒരു മഹത്വവുമില്ല. അല്ലാഹു വഹ്ദഹു ലാ ശരീക്, അവനാണ് മഹത്വമുടയവനും അവന്റെ മഹത്വമാണ് ഉന്നതമായിട്ടുള്ളതും. ഇത്തരത്തിൽ താൻ ജീവനോടെ ഉണ്ട് എന്ന വാർത്ത ശത്രുക്കളിൽ എത്തിച്ചു. പറയുന്നു, ഈ ധൈര്യത്തോടും സ്ഥൈര്യത്തോടുമുള്ള മറുപടി അവിശ്വാസികളുടെ സേനയ്ക്ക് എത്ര പ്രഹരം സൃഷ്ടിച്ചുവെന്നാൽ അവരുടെ പ്രതീക്ഷകളെല്ലാം മണ്ണിലടിഞ്ഞു. അവരുടെ മുന്നിൽ വിരലെണ്ണാവുന്നത്ര മുസ്ലിങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ ആക്രമിച്ച് വധിക്കുന്നത് ഭൗതിക ചട്ടത്തിനനുസരിച്ച് അസാധ്യമായ കാര്യമല്ലായിരുന്നു. തീർച്ചയായും സാധിക്കുമായിരുന്നു. എന്നിട്ടും ഈ മുദ്രാവാക്യം കേട്ടവർ വീണ്ടും ആവേശത്തിലാകാനോ ആക്രമിക്കാനോ ധൈര്യം കാണിച്ചില്ല. എത്രമാത്രം വിജയമാണ് അവർക്ക് ലഭിച്ചത്, അതിൽ സന്തോഷം ആഘോഷിച്ചുകൊണ്ട് മക്കയിലേക്ക് തിരിച്ചുപോയി. ഹദ്റത്ത് മുസ്ലിം മൗഊദ് ഒരു സ്ഥലത്ത് ഈ ആയത്തിന്റെ വിശദീകരണം നൽകിക്കൊണ്ട് പറയുന്നു, വൽ യഅ്സറല്ലദീന യുഖാലിഫൂന അൻ അംരി അൻ യുസീബഹും ഫിത്നത്തും ഔ യുസീബഹും അദാബുൻ അലീം. അതായത്, ഈ പ്രവാചകന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നവർ അള്ളാഹുവിൽ നിന്നുള്ള വല്ല പരീക്ഷണവും വന്നെത്തുന്നതിലോ അല്ലെങ്കിൽ ഭയാനകമായ ശിക്ഷ വന്നെത്തുന്നതിലോ ഭയപ്പെടുക. അവിടുന്ന് പറയുന്നു, ഉഹദ് യുദ്ധം നോക്കുക. ഈ കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിച്ച കാരണത്താൽ ഇസ്ലാമിക സൈന്യത്തിന് എത്ര നഷ്ടമാണ് ഉണ്ടായത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മലയിടുക്കിന്റെ സുരക്ഷയ്ക്കായി 50 സൈനികരെ നിയോഗിച്ചു. ഈ മലയിടുക്കിന്റെ പ്രാധാന്യം എത്രമാത്രമായിരുന്നുവെന്നാൽ അവരുടെ നേതാവ് ഹദ്റത്ത് അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ അൻസാരിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ വധിക്കപ്പെട്ടാലും വിജയിച്ചാലും നിങ്ങൾ ഈ മലയിടുക്ക് ഉപേക്ഷിക്കരുത്. എന്നാൽ അവിശ്വാസികൾക്ക് പരാജയം സംഭവിച്ചപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ആ കുന്നിൽ നിയോഗിച്ച സൈനികർ അവരുടെ നേതാവിനോട് പറഞ്ഞു, ഇപ്പോൾ വിജയം ലഭിച്ചിരിക്കുന്നു, ഇവിടെ നാം നിൽക്കുന്നത് നിഷ്പ്രയോജനമാണ്. ജിഹാദ് പങ്കെടുക്കുവാനുള്ള അവസരത്തിനായി ഞങ്ങൾക്കും അനുവാദം നൽകിയാലും. അവരുടെ നേതാവ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. നോക്കുക, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, വിജയമോ പരാജയമോ രണ്ടായാലും നിങ്ങൾ ഈ മലയിടുക്ക് ഉപേക്ഷിക്കരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പോകാനുള്ള അനുവാദം നൽകിയില്ല. അവർ പറഞ്ഞു. അതായത് അദ്ദേഹത്തിന്റെ ബാക്കി കൂട്ടാളികൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉദ്ദേശിച്ചത് അതായിരുന്നില്ല. വിജയം ലഭിച്ചാലും നിങ്ങൾ ഈ സ്ഥലം ഉപേക്ഷിക്കരുത് എന്നല്ല, മറിച്ച് അങ്ങയുടെ ഉദ്ദേശം താക്കീത് ചെയ്യുക എന്ന് മാത്രമാണ്. എന്നാൽ ഇപ്പോൾ വിജയം ലഭിച്ചിരിക്കുന്നു, ഇനി നമുക്കിവിടെ എന്ത് ജോലിയാണ്? അങ്ങനെ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, മുസ്ലിം മൗഊദ് എഴുതുന്നു, അവർ അള്ളാഹുവിന്റെ ദൂതരുടെ കൽപ്പനയേക്കാൾ അവരുടെ ചിന്താഗതിക്ക് സ്ഥാനം നൽകിക്കൊണ്ട് ആ കുന്നിൻ ചരിവിനെ ഉപേക്ഷിച്ചു. അവരുടെ നേതാവും പിന്നെ കുറച്ച് സൈനികരും, അതായത് അബ്ദുല്ലാഹ് ബിൻ ജുബൈറും കുറച്ച് ആളുകളും ബാക്കിയായി. അവിശ്വാസികളുടെ സൈന്യം മക്കയിലേക്ക് വിരണ്ടോടുകയായിരുന്നു. യാദൃച്ഛികമായ ഖാലിദ് ഇബ്നു വലീദ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കുന്നിന്റെ ചെരുവിൽ ശൂന്യമായതായി കണ്ടു. അദ്ദേഹം അമർ ഇബ്നു ആസിനെ വിളിച്ചു. ഇവർ രണ്ടുപേരും ആ സമയത്ത് ഇസ്ലാമിൽ പ്രവേശിച്ചിരുന്നില്ല. പറയുന്നു, എത്ര നല്ല അവസരമാണെന്ന് നോക്കുക, നമുക്ക് തിരിച്ചുപോയി മുസ്ലിങ്ങളെ ആക്രമിക്കാം. അങ്ങനെ 2 സൈന്യാധിപന്മാരും വിരണ്ടോടിക്കൊണ്ടിരുന്ന സേനയെ ഒരുമിച്ച് കൂട്ടി ഇസ്ലാമിക സൈന്യത്തിന്റെ കരങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് മലമുകളിൽ കയറി. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മുസ്ലിങ്ങളെ അവർക്ക് ശത്രുക്കളുമായി പോരാടാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അവരെ തുണ്ടം തുണ്ടമാക്കി. ഇസ്ലാമിക സൈന്യത്തിന്റെ പുറകിൽ നിന്ന് ആക്രമണം അഴിച്ചുവിട്ടു.
അവിശ്വാസികൾക്ക് പെട്ടെന്നുണ്ടായ ഈ ആക്രമണം വിജയാഘോഷത്തിലായിരുന്ന മുസ്ലിങ്ങൾ അവരുടെ പാദങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിച്ചില്ല. കുറച്ച് സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചുറ്റും ഒരുമിച്ച് കൂടി. അവരുടെ എണ്ണം കൂടിയാൽ 20 പേരായിരുന്നു. ഈ കുറച്ച് ആളുകൾ ഏതുവരെ ശത്രുക്കളോട് പൊരുതാൻ സാധിക്കും? അവസാനം അവിശ്വാസികളുടെ കടന്നാക്രമണം കാരണം മുസ്ലിങ്ങൾ പിന്നിലേക്ക് വലിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി യുദ്ധഭൂമിയിൽ ഏകനായി തീർന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നെറ്റിയിൽ തടത്തിൽ ഒരു കല്ല് വന്ന് പതിച്ചു. അത് കാരണം പടച്ചട്ടയുടെ ഒരു ആണി അങ്ങയുടെ ശരീരത്തിൽ തറച്ചു കയറി. ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒരു കുഴിയിലേക്ക് വീണു. ഒരു സഹാബി ആ ആണി പിഴുതെടുത്തത് മുമ്പ് വിവരിച്ചിരുന്നു. അത് കാരണം അദ്ദേഹത്തിന്റെ പല്ല് അടർന്നുപോയി. ചില ശത്രുക്കൾ മുസ്ലിം സേനയ്ക്ക് നാശം വരുത്തി വെക്കുന്നതിനായി ഒരു കെണി ഉണ്ടാക്കിയിരുന്നു. അത് ഒരു കുഴി കുഴിച്ച് പുല്ലും ചവറും കൊണ്ട് മൂടി അവിടെ കുഴി കൊണ്ടെന്ന് മനസ്സിലാകുമായിരുന്നില്ല. അതിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണു. അതിനുശേഷം മറ്റു ചില സഹാബാക്കൾ ഷഹീദാക്കപ്പെട്ടു. അവരുടെ മൃത ശരീരവും അങ്ങയുടെ മേൽ വന്ന് പതിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദാക്കപ്പെട്ടു എന്ന വാർത്ത ജനങ്ങളിൽ പ്രചരിച്ചു. ശത്രുക്കളുടെ കടന്നാക്രമത്താൽ പിന്നോക്കം മാറിയ സഹാബാക്കൾ അവിശ്വാസികൾ പിന്നിലേക്ക് മാറിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമീപത്ത് ഒരുമിച്ച് കൂടി. അവർ അങ്ങയെ ആ കുഴിയിൽ നിന്ന് പുറത്തെടുത്തു. കുറച്ചു സമയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ബോധാവസ്ഥയിലേക്ക് വന്നു. അവിടുന്ന് മൈതാനത്തിന്റെ 4 വശത്തും മുസ്ലിങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂടുന്നതിനായി ആളുകളെ പറഞ്ഞയച്ചു. അവരോടൊപ്പം അവിടുന്ന് പർവ്വത താഴ്വരയിലേക്ക് പോയി. ഇസ്ലാമിക സൈന്യത്തിന് അവിശ്വാസികളിൽ വിജയം നേടിയതിനു ശേഷം ഒരു താൽക്കാലിക പരാജയത്തിന്റെ രുചി വന്ന് പതിക്കുവാനുള്ള കാരണം അവരിൽ കുറച്ചുപേർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ സംഭവത്തിന്റെ ഫലം അവിടുന്ന് വിവരിക്കുകയാണ്. ഇസ്ലാമിക സൈന്യത്തിന് അവിശ്വാസികളുടെ മേൽ വിജയം നേടിയ ശേഷം ഒരു താൽക്കാലിക പരാജയത്തിന്റെ രുചി ഉണ്ടാകാനുള്ള കാരണം അല്ലെങ്കിൽ നഷ്ടമുണ്ടായതിനുള്ള കാരണം അവരിൽ കുറച്ചുപേർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ്. അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിനു പകരം തങ്ങളുടേതായ നിർവചനം അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പുറകിൽ നാടികൾ ഹൃദയമിടിപ്പനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലെ ഇവരും അനുസരിച്ചിരുന്നുവെങ്കിൽ, അതുപോലെ ഇവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു കൽപ്പനയ്ക്ക് പകരമായി മുഴുവൻ ലോകത്തിന്റെയും ജീവൻ ത്യാഗമായി നൽകേണ്ടി വന്നാലും നൽകേണ്ടതാണ്. മറ്റൊന്നിനും യാതൊരു യാഥാർത്ഥ്യമില്ലാത്ത വസ്തുക്കളാണ്. വ്യക്തിപരമായ നിർവചനം അനുസരിക്കാതെ പ്രവർത്തിച്ചുകൊണ്ട് ആ പർവ്വത നിരയെ ഉപേക്ഷിക്കാതിരുന്നുവെങ്കിൽ ഏതൊരു കൽപ്പന നൽകിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ നിയമിച്ചത്, അത് വിജയമോ പരാജയമോ ഉണ്ടായാലും ശരി, നിങ്ങൾ ആ സ്ഥലം ഉപേക്ഷിക്കരുത്, അവിടെ നിന്ന് ചലിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ശത്രുക്കൾക്ക് വീണ്ടും ആക്രമിക്കാൻ അവസരം ലഭിക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും സഹാബാക്കൾക്കും ഇത്രമാത്രം നഷ്ടവും ഉണ്ടാകുമായിരുന്നില്ല. അള്ളാഹു ഈ ആയത്തിൽ മുസ്ലിങ്ങളെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൽപ്പന പൂർണ്ണമായി അനുസരിച്ച് പ്രവർത്തിക്കാത്തവർ? സ്വന്തം നിർവചനത്തെ അങ്ങയുടെ കൽപ്പനയേക്കാൾ മുൻതൂക്കം നൽകുന്നത്, സ്വന്തമായി അഭിപ്രായമുണ്ടാകുന്നു, സ്വന്തം വിശദീകരണം നൽകാൻ തുടങ്ങുന്നു, കൽപ്പനകളെ നിർവചിക്കാൻ തുടങ്ങുന്നു. ഇതിന്റെ ഫലമായി അവരുടെ മേൽ വല്ല ആപത്ത് വന്ന് ഭവിക്കുകയോ അല്ലെങ്കിൽ വലിയ വല്ല ശിക്ഷയ്ക്കും അടിമപ്പെടുകയോ ചെയ്യുന്നു എന്നതിൽ അവർ ഭയപ്പെടേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത്, നിങ്ങൾ വിജയം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജോലി ഇതാണ്: നിങ്ങൾ ഒരു കൈ ഉയരുമ്പോൾ എഴുന്നേൽക്കുകയും ഒരു കൈ താഴുമ്പോൾ ഇരിക്കുകയും ചെയ്യുക. ഏതുവരെ ഈ ആത്മാവ് നിങ്ങൾ ജീവനോടെ ഉണ്ടോ അതുവരെ മുസ്ലിങ്ങൾ ജീവനോടെ ഇരിക്കുന്നതാണ്. എപ്പോഴാണ് ഈ ആത്മാവ് ഇല്ലാതാകുന്നത്, ആ സമയം ഇസ്ലാം ജീവനോടെ ഉണ്ടാകും. എന്നാൽ ദൈവിക കരം നബി തിരുമേനിയുടെ കൽപ്പനയ്ക്ക് നിന്ന് മുഖം തിരിക്കുന്നവരെ പിടിച്ച് ഞെരിച്ചു കളയുന്നതാണ്. ഇന്ന് നാം കാണുന്നു ഈ അവസ്ഥയാണ് മുസ്ലിങ്ങളുടേത്. അള്ളാഹുവിന്റെ സഹായം അവരിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിർദ്ദേശം അനുസരിച്ച് വന്ന മസീഹിനെയും മഹദിയെയും അംഗീകരിക്കുകയും അദ്ദേഹത്തിന് തന്റെ സലാം എത്തിക്കണം, അദ്ദേഹത്തെ നീതിമാനായ വിധികർത്താവിന്റെ നിലയിൽ മനസ്സിലാക്കണം. ഇക്കാര്യങ്ങൾക്കെല്ലാം സ്വന്തം വിശദീകരണം നൽകാൻ ഇവർ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഫലവും കാണുക. ഇവിടെ അഹമ്മദികൾക്കും ഒരു പാഠമുണ്ട്, ഒരു താക്കീതാണ്. മസീമോദ് അലൈഹി സ്വലാമിനെ വിശ്വസിച്ചതിനു ശേഷം പരിപൂർണ അനുസരണമാണ്
സമ്പൂർണ്ണ വിജയത്തിനും പുരോഗതിക്കും ജാമ്യം. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരെ പരിശോധന വിധേയമാക്കേണ്ട ആവശ്യമുണ്ട്. അനുസരണത്തിന്റെ നിലവാരം ഏതുവരെയുണ്ട് എന്നതിൽ ഒരു പരിശോധന നടത്തേണ്ടതാണ്. ഇവിടെ ഒരു കാര്യം മുമ്പ് വിവരിച്ചിരുന്നതാണ്. അബൂ സുഫിയാന്റെ ഒപ്പം ഇക്രിമ ബിൻ അബൂ ജഹലായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ മുസ്ലിമോദ് എഴുതുന്നു, മറ്റൊരു സഹാബിയുടെ പേരാണ് പറയുന്നത്, അമർ ബിനു ആസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുന്നിൻ ചരിവിൽ കയറി ആക്രമിച്ചത് ഇവരായിരുന്നു. മറ്റു ചില നിവേദനങ്ങളിൽ മറ്റു പേരുകളുമാണ്. ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തി റിസർച്ച് സെല്ല് കുത്തുബു സീറത്ത് ഖാലിദ് ബിൻ വലീദിനോടൊപ്പം ഇക്രിമയുടെ ആക്രമണത്തെക്കുറിച്ച് പറയപ്പെടുന്നു. എന്നാൽ ഇതും കൂടിയുണ്ട്, ഇതും ലഭിക്കുന്നുണ്ട്. മുശ്രിക്കീങ്ങൾ തങ്ങളുടെ കുതിരപ്പടയെ ആരുടെ നേതൃത്വത്തിലാണ് നൽകിയത്? അതിലൊരാൾ അമർ ബിൻ ആസും ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഖാലിദ് ബിൻ വലീദ് മലയിടുക്കിലെ ഒഴിഞ്ഞ സ്ഥലം കണ്ട് കുതിരപ്പടയോടുകൂടി ആക്രമിച്ചപ്പോൾ ഇക്രിമ ഇബ്നു അബൂ ജഹൽ അദ്ദേഹത്തിന് പിന്നാലെ വന്നു. ഈ മൂന്ന് കാര്യത്തെയും ഒരു രീതിയോടുകൂടി നോക്കുകയാണെങ്കിൽ ഇതിൽ സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നു. മുസ്ലിമോദിന്റെ വിവരണവും മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വിവരണവും അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ കുതിരകളുടെ നേതൃത്വം അമർ ബിൻ ആസ് നൽകിയിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു. കാരണം അബൂ സുഫിയാൻ, ഇക്രീമ, അമർ ബിൻ ആസ് മൂന്നുപേരും കൂടെ ഉണ്ടായിരുന്നു. ഈ അർത്ഥത്തിൽ നോക്കിയാൽ ഈ നിവേദനങ്ങൾ യാതൊരു വ്യത്യാസവും കാണുന്നതല്ല. ഹദ്റത്ത് അബ്ദുല്ലാഹ് ബിൻ ജുബൈറിന്റെ ഷഹാദത്ത് സംഭവം ഇപ്രകാരമാണ്. ഖാലിദ് ബിൻ വലീദും ഇക്രിമ ബിൻ അബൂ ജഹൽ എന്നിവർ ആക്രമിച്ചപ്പോൾ ഹദ്റത്ത് അബ്ദുല്ലാഹ് ബിൻ ജുബൈർ അമ്പെയ്തു. ഏതുവരെ എന്നാൽ അദ്ദേഹത്തിന്റെ അമ്പുകൾ തീർന്നുപോയി. പിന്നെ കുന്തം കൊണ്ട് പോരാടി. ഏതുവരെ അദ്ദേഹത്തിന്റെ കുന്തം ഒടിഞ്ഞുപോയി. പിന്നെ വാളുകൊണ്ട് പോരാടി. ഏതുവരെ എന്നാൽ അദ്ദേഹം ഷഹീദായി വീണു. അദ്ദേഹത്തെ ഇക്രിമ ബിൻ അബൂ ജഹലാണ് ഷഹീദാക്കിയത്. അദ്ദേഹം വീണപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ വലിച്ച് ഇഴച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തെ അവയവങ്ങൾ വിച്ഛേദിച്ച് വികൃതമാക്കി. കുന്തം കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം എത്രമാത്രം കീറിയെന്നാൽ അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾ പോലും പുറത്തു വന്നു. ഹദ്റത്ത് ഖുവാസ് ഇബ്നു ജുബൈർ പറയുന്നു, ഹദ്റത്ത് അബ്ദുല്ലാഹ് ഇബ്നു ജുബൈറിന്റെ അവസ്ഥ ഇത്രമാത്രം മോശമായപ്പോൾ ആ സമയം മുസ്ലിങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് അവിടെ എത്തി. ഞാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. പറയുന്നു, ഞാൻ ആ അവസരത്തിൽ ചിരിച്ചു. ആരും ആ അവസ്ഥയിൽ ചിരിക്കുമായിരുന്നില്ല. തന്റെ അവസ്ഥ പറയുകയാണ്, ആ സ്ഥലത്ത് എനിക്ക് മയക്കം വന്നു. ആ സമയത്ത് ആർക്കും നിദ്ര വരുമായിരുന്നില്ല. ആ സ്ഥലത്ത് ഞാൻ അസൂയ കാണിച്ചു. ആരും ആ സമയത്ത് അസൂയ കാണിക്കുമായിരുന്നില്ല. ആ സമയത്ത് ഒരു മനുഷ്യരിലും ഈ മൂന്ന് അവസ്ഥയും ഉണ്ടാകുമായിരുന്നില്ല. ചോദിക്കപ്പെട്ടു, ഏതവസ്ഥയാണ് ഇത്? എന്തിനാണ് താങ്കൾ അങ്ങനെ ചെയ്തത്? ഹദ്റത്ത് ഹവാദ് പറഞ്ഞു, ഞാൻ രണ്ട് കൈകളും അബൂ ഹുസാൻ രണ്ട് കാലുകളും പിടിച്ച് ഹസ്രത്ത് അബ്ദുള്ളയെ എടുത്തു. എന്റെ തലപ്പാവ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ മുറിവ് കെട്ടിവെച്ചു. ഞാൻ അദ്ദേഹത്തെ എടുത്തപ്പോൾ മുശ്രിക്കുകൾ ഒരു വശത്തുണ്ടായിരുന്നു. എന്റെ തലപ്പാവ് അദ്ദേഹത്തിന്റെ മുറിവിൽ നിന്ന് അഴിഞ്ഞ് താഴേക്ക് വീണു. അത് അബ്ദുല്ലാഹ് ബിൻ ഉബൈദിന്റെ കുടലുകൾ പുറത്തേക്ക് വന്നു. എന്റെ കൂട്ടയാളെ ഭയന്നു, കാരണം ശത്രുക്കൾ സമീപത്തുണ്ട്. തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. അത് കണ്ട് ഞാൻ ചിരിച്ചു. അദ്ദേഹം എന്താണ് ആ സമയത്ത് ചെയ്യുന്നതെന്ന് കണ്ട് ഞാൻ ചിരിച്ചു. ഒരാൾ കുന്തം കൊണ്ട് മുന്നിൽ വന്നു. അതെന്റെ കഴുത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. എനിക്ക് കോട്ടുവാ വന്നു. അപ്പോൾ ആ കുന്തം അകന്നുപോയി. അള്ളാഹുവിൽ നിന്ന് ഒരു സഹായം അദ്ദേഹത്തിന് ലഭിച്ചു, കോട്ടുവായുടെ രൂപത്തിൽ. അത് അള്ളാഹുവിൽ നിന്നുണ്ടായതാണ്. ആ സമയത്ത് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കുന്തം എന്റെ കഴുത്തിനടുത്തെത്തിയിരുന്നു. എന്നാൽ അത് മാറിപ്പോയി. ഞാൻ അബ്ദുല്ലാഹ് ബിൻ ജുബൈറിന് വേണ്ടി കബറുകൾ കുഴിക്കുന്ന സമയം എന്റെ പക്കൽ എന്റെ വില്ലുണ്ടായിരുന്നു. മാർഗം വലിയ പ്രയാസം നിറഞ്ഞതായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരവും കൊണ്ട് താഴ്വരയിലേക്ക് ഇറങ്ങി. ഞാൻ എന്റെ വില്ലിന്റെ അറ്റം കൊണ്ട് കബർ കുഴിച്ചു. അമ്പിന്റെ ചരട് കെട്ടിയിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ചരട് കേടാക്കില്ല. ഞാൻ പിന്നെ അത് അഴിച്ചു. വില്ലിന്റെ അറ്റം ഉപയോഗിച്ച് കബർ കുഴിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ജുബൈറിനെ മറവ് ചെയ്തു. അള്ളാഹു ഹസ്രത്ത് അബ്ദുല്ലാഹ് ഇബ്നു ജുബൈറിന്റെ കൂട്ടാളികൾക്കും ആത്മാർത്ഥതയോടെ കൽപ്പനയുടെ ആത്മാവ് മനസ്സിലാക്കുന്നവരാക്കി തീർത്തു. അള്ളാഹു നമുക്ക് വേണ്ട തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനോട് ഇത്തരത്തിൽ കൽപ്പനകൾ മനസ്സിലാക്കുന്നവരും പരിപൂർണ അനുസരണമുള്ളവരും ആക്കി തീർക്കട്ടെ.
അങ്ങനെ എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അവകാശികളായി മാറിക്കൊണ്ടിരിക്കട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നിർവഹിക്കുന്നതാണ്. നാദിറുൽ ഹുസൈനി സാഹിബ് കാനഡയുടേതാണ്. ഡിസംബർ 20 85-ാമത്തെ വയസ്സിൽ വഫാത്താകുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം ആത്മാർത്ഥനും മൃദുല വ്യക്തിത്വമുള്ള മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ധനത്യാഗം വളരെ ഉന്നതമായിരുന്നു. മർഹൂം മൂസിയായിരുന്നു. സംതപ്ത കുടുംബത്തിൽ ഭാര്യയും മകനും ഉണ്ട്. അവർ അഹമ്മദികളല്ല. ഇദ്ദേഹം അബ്ദുർ റൌഫ് ഹുസ്നി സാഹിബിന്റെ മകനാണ്. അദ്ദേഹം 1938 തന്റെ സഹോദരൻ മുഹമ്മദ് ഹുസൈൻ സാഹിബിന് ശേഷം ബൈഅത്ത് ചെയ്തു. അബ്ദുർ റൌഫ് സാഹിബും മൗനപ്രകൃതത്തിനും തഖ്വയുള്ള മനുഷ്യനുമായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു സിറിയയിലേക്ക് പര്യടനം നടത്തിയപ്പോൾ അബ്ദുർ റൌഫ് ഹുസൈൻ സാഹിബിന്റെ ഭവനത്തിൽ ഒരു രാത്രി ആഹാരം കഴിക്കുന്നതിനായി പോയിരുന്നു. നാദിർ ഹുസൈൻ സാഹിബിന്റെ ഉള്ളിലും തന്റെ പിതാവിന്റെ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ആത്മാർത്ഥതയുടെ കൂറിന്റെയും മാതൃക കാണിച്ചു. അമീർ സാഹിബ് കാനഡയിലിരുന്നു. മസ്ജിദ് ബൈത്തുൽ ഇസ്ലാം പണിതതിനു ശേഷം എല്ലാ ജുമയ്ക്ക് വേണ്ടിയും 4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കൃത്യമായി പള്ളിയിൽ എത്തിച്ചേർന്നിരുന്നു. ആ ദിവസം തന്നെ തിരിച്ച് സർബറിയിലെ വീട്ടിലേക്ക് പോയിരുന്നു. അദ്ദേഹത്തോട് നമസ്കാരത്തിന് ശേഷം അല്പം വിശ്രമിച്ച് നാളെ തിരിച്ചു പോകാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ പ്രാവശ്യവും തന്റെ ആത്മാർത്ഥ നിറഞ്ഞ ശൈലിയിൽ വല്ല കാരണവും പറയുമായിരുന്നു. കാരണം ജമാഅത്തിൽ യാതൊരു ഭാരവും ഉണ്ടാകരുത്. ഈ രീതി തന്റെ അവസാന രോഗത്തിലും തുടർന്നിരുന്നു. വർഷങ്ങളായി മസ്ജിദ് ബൈത്തുൽ ഇസ്ലാമിൽ ജുമാ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചിരുന്നു. ബാങ്ക് വിളിയിലും അദ്ദേഹത്തിന്റെ വ്യതിരിക്തമായ ശൈലിയും രീതിയുമായിരുന്നു. അത്ഭുതകരമായ ഒരു ആവേശമുണ്ടാകുമായിരുന്നു. അത് കേൾവിക്കാരന് ഒരു പ്രത്യേക അനുഭൂതിയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. മർഹൂമിന്റെ അനഹമ്മദിയായ ഭാര്യ സുമയ്യ സാഹിബ് പ്രകാരം എഴുതുന്നു: അള്ളാഹു നാദിർ ഹുസൈൻ സാഹിബിന് തന്റെ വിശാലമായ സ്വർഗത്തിൽ ഇടം നൽകുമാറാകട്ടെ. തന്റെ കുടുംബാംഗങ്ങളോടും ജമാഅത്തിനോടും സത്യവാനും ശുദ്ധനും ആത്മാർത്ഥനും സാത്വികനുമായ മനുഷ്യനായി പെരുമാറിയിരുന്നു. എല്ലാ ആവശ്യക്കാരുടെ ആവശ്യവും നിറവേറ്റാൻ ശ്രമിച്ചിരുന്നു. അവരോട് വലിയ അനുകമ്പയോട് പെരുമാറിയിരുന്നു. ഒരു അനഹമ്മദി സ്ത്രീക്ക് കഴിവനുസരിച്ച് രഹസ്യമായി സഹായം എത്തിച്ചു നൽകിയിരുന്നു. അവരെ ഞങ്ങൾ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ മർഹൂം നാദിർ സാഹിബ് മുമ്പ് തന്നെ അങ്ങാടിയിൽ പോയി അവർക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ വാങ്ങി അവരുടെ വീട്ടിലെത്തിച്ചു. വഫാത്തിന് മുമ്പ് വരെ ഈ രീതി തുടർന്നിരുന്നു. പറയുന്നു: ഞാൻ ജീവിതത്തിൽ രോഗാവസ്ഥ ഇത്രമാത്രം ക്ഷമ കാണിക്കുന്ന വ്യക്തിയെ കണ്ടിട്ടില്ല. എല്ലാ സമയത്തും അൽഹംദുലില്ലാഹ് എന്ന പദം നാവിലുണ്ടാകുമായിരുന്നു. ദൈവഭയത്തിൽ മുങ്ങിയ ഹൃദയത്താൽ അള്ളാഹുവിനെ സ്തുതിച്ചിരുന്നു. 5 നേര നമസ്കാരവും കൃത്യമായി തഹജ്ജുദും അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തെ പരിചയമുള്ളവർ അദ്ദേഹത്തിന്റെ നന്മയെ എപ്പോഴും തിരിച്ചറിയുമായിരുന്നു. മുഅ്തസിർ കസഖ് സാഹിബ് കാനഡ എഴുതുന്നു: സിറിയയിൽ താമസിച്ചിരുന്ന കാലം ഞാൻ നാദിർ ഹുസൈൻ സാഹിബിനെ കുറിച്ച് കേട്ടിരുന്നു. ഹുസൈനി കുടുംബം ജമാഅത്തിനോടൊപ്പം അവരുടെ ആത്മാർത്ഥയും ഖലാഫത്തുമായ ബന്ധത്തിലും പ്രശസ്തമായിരുന്നു. കാനഡയിൽ വന്നതിന് ശേഷം ഞാൻ ബഹുമാന നാദിർ സാഹിബുമായി മസ്ജിദിൽ വെച്ച് കണ്ടുമുട്ടി. അദ്ദേഹം സത്പ്രകൃതത്തിനുടമയും പുഞ്ചിരി തൂകുന്ന മനുഷ്യനുമായിരുന്നു. അദ്ദേഹത്തോടും സംസാരിക്കുന്നിടയിൽ ഖിലാഫത്തിനോടുള്ള സ്നേഹം, പള്ളിയിലുള്ള സുഹൃത്തുക്കളുമായി കണ്ടുമുട്ടുന്നതിലുള്ള ഒരു ആവേശം എന്നിവ എന്നിൽ വളരെ സ്വാധീനമുണ്ടാക്കി. പറയുന്നു: അദ്ദേഹത്തിന്റെ നമസ്കാരത്തിനുള്ള കൃത്യനിഷ്ഠത നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. പറയുന്നു: അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ടൊറന്റോയിൽ വന്നു. വിനീതന് ജമാഅത്തിന്റെ സംവിധാനത്തിന്റെ കീഴിൽ അദ്ദേഹത്തിന് സേവനം നൽകാൻ തൗഫീക്ക് ലഭിച്ചു. അദ്ദേഹത്തെ കഫൻ ചെയ്യുന്നതിനും മറവ് ചെയ്യുന്നതിനും സഹായിക്കുവാനുള്ള തൗഫീക്ക് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു: ഞങ്ങളുടെ പ്രദേശത്ത് 3 പള്ളികളുണ്ട്. മുസ്ലിങ്ങളുടെ പള്ളിയാണ്. എല്ലാവരും എന്നോട് ജനാസയെ സംബന്ധിച്ച് ചോദിക്കുണ്ടായി. എന്നാൽ ഞാൻ അവർക്ക് മറുപടി നൽകി: ഇവർ അനഹമ്മദിയാണ്. മർഹൂമിന്റെ ജനാസ എടുക്കുന്നത് ഏത് പള്ളിയിലാണ് അദ്ദേഹം നമസ്കരിക്കുന്നത് ആ പള്ളിയിൽ നിന്നായിരിക്കും. പിന്നെ പറഞ്ഞു: മർഹൂമിന്റെ താബൂത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ കസഖ് സാഹിബ് പറയുന്നു, തന്റെ പിതൃവ്യ ബഹുമാന്യ അൽഹാജ് സാമി കസഖ് സാഹിബിന്റെ ഒരു കാര്യം ഓർത്ത് എന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. ഞാൻ അവസാന രോഗസമയത്ത് അദ്ദേഹത്തിന്റെ സമീപത്തുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതൃവ്യൻ, അതായത് കസഖ് സാഹിബിന്റെ പിതൃവ്യന്റെ വഫാത്തിന്
സമയത്ത് നടന്ന സംഭവമാണ്. പറയുന്നു, അദ്ദേഹം ഒരു ദിവസം കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, സയ്യിദി, ഹദ്രത്ത് അമീറുൽ മൂമിനീൻ അയ്യുല്ലാഹു തആലക്ക് വിവരം നൽകുക, എനിക്ക് അദ്ദേഹത്തോട് വളരെ സ്നേഹമാണ്. ഞാൻ അവസാന ശ്വാസം വരെ ഖിലാഫത്തിനോട് ആത്മാർത്ഥത പുലർത്തുന്നതാണ്. ഏകദേശം തന്റെ കണക്കനുസരിച്ച് ഖിലാഫത്തെ സാലിസയിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. ഇത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആണെങ്കിലും ശരി. മർഹൂം നാദിർ സാഹിബിനെ കുറിച്ചും കസക് സാഹിബ് എഴുതുന്നു, മർഹൂം നാദിർ സാഹിബിനെ കുറിച്ചും എന്റെ അഭിപ്രായം ഇതന്നെയാണ്. അദ്ദേഹം ഖിലാഫത്തിനോട് വലിയ ആത്മാർത്ഥതയും കൂറും വെച്ച് പുലർത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ആളുകൾക്കുമേൽ അള്ളാഹുവിന്റെ ഈ വചനം പുലരുന്നു, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹു അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദലു തബ്ദീല. പറയുന്നു, ഖസക് സാഹിബ് മർഹൂമിന് ഖുലഫാക്കളോടൊപ്പം വളരെ ഓർമ്മകളുണ്ട്, വലിയ ബന്ധമാണുള്ളത്. അതിർത്ത് മുസ്ലിം മൗദ് 1955 സിറിയയിലേക്ക് പോയപ്പോൾ ഹുസൂറിന്റെ സംഘത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു. മെയ് 3 സിറിയയിലെ അഹമ്മദികളോടൊപ്പം 1955 ഒരു മജ്ലിസ് നടന്നിരുന്നു. പറയുന്നു, ഹസ്രത്ത് മുസ്ലിം മൗദിനോടൊപ്പം ആ മജ്ലിസിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് അറബിയിലാണ് സംസാരിച്ചിരുന്നത്. അവരെ സംബന്ധിച്ചും സദസ്സിനെ സംബന്ധിച്ചും ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുകയുണ്ടായി. ഈ മജ്ലിസിനെ സംബന്ധിച്ച് മുസ്ലിം മൗദ് പറഞ്ഞു, ഇതൊരു ചരിത്രപ്രധാനമായ സംഭവമാണ് ആ മജ്ലിസ് അവിടെ ഉണ്ടായത്. പറയുന്നു, ഇത് ഇവിടെ ചേർന്നിരിക്കുന്ന ഈ ഒരു മജ്ലിസ് എന്നത് ചരിത്ര പ്രാധാന്യമുള്ളതാണ്. കാരണം 50 വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്ത് നിങ്ങളിൽ പലരും ജനിച്ചിട്ട് പോലും ഉണ്ടാകുകയില്ല. അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനോട് വഹിയുടെ പറഞ്ഞു, യദഊന ലക അബ്ദാലു ഷാം അബ്ദുല്ലാഹി മിൻ അറബ്. ഷാം വാസികളും അതുപോലെ അറബിയിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ നന്മ നിറഞ്ഞ ദാസന്മാർ നിനക്കായി ദുആ ചെയ്യുന്നതാണ്. ഇന്ന് നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യം ഹസ്രത്ത് മുസ്ലിം മൗഊദ് ആ സിറിയൻ അഹമ്മദികളോട് പറയുകയാണ്, നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യം അള്ളാഹുവിന്റെ ഈ ഒരു കാര്യത്തെ പൂർത്തീകരിക്കുന്നതാണ്. ഈ യാത്രയുടെ അവസരത്തിൽ ഹസ്രത്ത് മുസ്ലിം മൗഊദിനോടൊപ്പം ബഹുമാനപ്പെട്ട നാദിർ ഹുസൈൻ സാഹിബും ചില ഓർമ്മ നിറഞ്ഞ ചിത്രങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പക്കൽ. അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ ആമിർ മുസ്തഫ സാഹിബ്, അദ്ദേഹം ഇവിടെ തബ്ഷീറിലാണ് പറയുന്നത്, ലണ്ടനിലാണ് അദ്ദേഹം താമസിക്കുന്നത്. പറയുന്നു, അദ്ദേഹത്തിന് ഹസ്രത്ത് ചൗധരി സഫറുല്ലാ ഖാൻ സാഹിബുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. മർഹൂം ഹസ്രത്ത് ചൗധരി സഫറുല്ലാ ഖാൻ സാഹിബിന്റെ ഒരു ഗ്രന്ഥം അറബിയിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. ജമാഅത്തിനോട് അദ്ദേഹത്തിന് വളരെ ശക്തമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് ഖുലഫാക്കളുടെ കുറിച്ച് യാതൊരു ആക്ഷേപവും അദ്ദേഹം സഹിച്ചിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹത്തിന്റെ 2 സഹോദരന്മാരോടൊപ്പം ചില ഗൈർ അഹമ്മദികൾ വന്നിരുന്നു. അവിടെ സിറിയയിലുള്ള പ്രശസ്തനായ ഒരു പണ്ഡിതൻ ഷെയ് ഉൽ ബാനി, അത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. ഈ മർഹൂം നാദിർ ഹുസൈൻ സാഹിബ് അദ്ദേഹത്തിന്റെ സഹോദരന്മാരും അഹമ്മദിയായി എന്ന് അറിഞ്ഞുകൊണ്ട് അവരെ അഹമ്മദിയത്തും അതുപോലെ തന്നെ മറ്റു മൗലവിമാരുടെയും ഇടയിലുള്ള അഭിപ്രായ ഭിന്നതകളെ സംബന്ധിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ അനാവശ്യമായിട്ടുള്ള പദം ഉപയോഗിക്കുകയുണ്ടായി. ആ സമയത്ത് എന്റെ അമ്മാവൻ മർഹൂം നാദിർ ഹുസൈൻ സാഹിബ് വളരെ ആവേശത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഞാനുമായിട്ട് മുസാഹിറ ചെയ്യുക. എന്നാൽ അവിടെ 3 സഹോദരന്മാരുണ്ടായിരുന്നു. ഷെയ് ബാനി സാഹിബിന്റെ കൂടെയുള്ള ആളുകൾ 15 കൂടുതലായിരുന്നു. ആരും തന്നെ അതിന് ധൈര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുനാസറ ചെയ്തില്ല. മറിച്ച് മുനാസറയ്ക്ക് പകരമായിക്കൊണ്ട് അവരോട് കലഹമുണ്ടാക്കാനാണ് തുടങ്ങിയത്. അങ്ങനെ 3 പേരുടെ മേൽ ആക്രമണം നടത്താൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ അവിടെ സംസ്കാര സമ്പന്നരായ കുറച്ച് ആളുകൾ അവരിൽ നിന്ന് രക്ഷിക്കുകയുണ്ടായി. തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അവസരവും അദ്ദേഹം പാഴാക്കിയിരുന്നില്ല. സ്കൂളിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം മെഡിക്കൽ എഞ്ചിനീയർ പഠിക്കുന്നതിന് വേണ്ടി അമേരിക്കയിലേക്ക് അദ്ദേഹം പോയി. അവസാന വർഷത്തിൽ ഒരു യഹൂദിയുടെ സ്പിർക്കയുമായി അവരുടെ വിശ്വാസ ആദർശങ്ങൾ സംബന്ധിച്ച് സംവാദമുണ്ടായി. അതിൽ അവരുടെ പക്കൽ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അവസാനം അവർ പ്രിൻസിപ്പാളുടെ അടുത്ത് ചെന്ന് ഇദ്ദേഹത്തിനെതിരിൽ പരാതി പറയുകയുണ്ടായി. ഇദ്ദേഹത്തെ കോളേജിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇദ്ദേഹത്തിനെതിരിൽ പഠനം പൂർത്തിയാക്കാത്ത വിധം അദ്ദേഹത്തിന്റെ എതിരിൽ ആക്ഷേപം ഉന്നയിക്കുന്നതാണ്, പരാതി നൽകുന്നതാണ്. അങ്ങനെ പ്രിൻസിപ്പാളിന്റെ പറഞ്ഞത് കാരണത്താൽ മർഹൂം അവിടെ നിന്ന് സ്വയം തന്റെ കോളേജ് മാറ്റി അമേരിക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് കാനഡയിലെത്തി. അദ്ദേഹത്തിന്റെ എല്ലാ ശ്രദ്ധാകേന്ദ്രവും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഖുലഫാക്കളുടെ ഗ്രന്ഥങ്ങളിലായിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ അറബി
ഗ്രന്ഥങ്ങൾ തങ്ങളുടെ ശബ്ദത്തിൽ വായിച്ചുകൊണ്ട് അത് റെക്കോർഡ് ചെയ്തിരുന്നു. ഉറുദു ഭാഷ പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഫാർസി പദ്യവരികൾ അത് അറബിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് തന്റെ അറബിയിലെയും അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെയും ഭാഷാ പരിജ്ഞാനം അദ്ദേഹം പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. 5 വോളിയം ഇംഗ്ലീഷ് കമന്ററിയുടെ ആദ്യത്തെ വാള്യം അറബിയിൽ തർജ്ജമ ചെയ്യുന്ന ടീമിൽ ഇദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. ഇസ്ലാമിന്റെ എതിരാളികൾക്ക് ഉത്തരം അറബി ഭാഷയിൽ അദ്ദേഹം ചില ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതിലൊരു ഗ്രന്ഥത്തിന്റെ പേരിതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവതരണവും അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പൗരാണിക പ്രവചനങ്ങളും. ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ നിറഞ്ഞ ഒരു വലിയ വ്യക്തിപരമായ ലൈബ്രറി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം വസിയത്ത് ചെയ്തിരുന്നത് തന്റെ മരണത്തിന് ശേഷം ജമാഅത്തിന് നൽകുക എന്നാണ്. അബ്ദുൽ ഖാദിർ ഓദർ സാഹിബ് പറയുന്നു, അദ്ദേഹം ജമാഅത്തിനെ കുറിച്ച് ചില ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ആ ഗ്രന്ഥങ്ങൾ തന്റെ സ്വന്തം ചെലവിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഖിലാഫത്തുമായി വളരെ സ്നേഹബന്ധം പുലർത്തുന്ന ആത്മാർത്ഥനായ മനുഷ്യനായിരുന്നു. ചന്തയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ജനങ്ങളോട് വിവരിച്ചുകൊണ്ടേയിരുന്നു. അബ്ദുൾ റാസിഖ് ഫറാസ് സാഹിബ് മുറബി സിൽസിലയാണ്. അദ്ദേഹം ജാമിയ അഹമ്മദിയുടെ ഉസ്താദും കൂടിയാണ്. പറയുന്നു, വളരെയധികം ക്ഷമിക്കുന്നയാളും നന്ദി പ്രകടിപ്പിക്കുന്ന വ്യക്തിയുമായിരുന്നു. തന്റെ അവസാന വർഷം അദ്ദേഹത്തിന് ഭക്ഷണം വായിലൂടെ കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല തന്റെ രോഗനിമിത്തം. മറിച്ച് മിഷ്യൻ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആമാശയത്തിലേക്ക് നൽകപ്പെടുകയായിരുന്നു. ഈ അവസ്ഥയിലും അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ ജുമാക്ക് വേണ്ടി അദ്ദേഹം വരുമായിരുന്നു, മസ്ജിദിലേക്ക് യാത്ര ചെയ്ത് വരുമായിരുന്നു. സിറിയയിലെ അവസ്ഥ മോശമായപ്പോൾ കുറച്ച് അറബി അഹമ്മദികൾ കാനഡയിലേക്ക് വന്നു. അവരെയും അദ്ദേഹം വളരെ സ്നേഹത്തോടും മമതയോടും കൂടി കണ്ടു. അവരെ ജമാഅത്തെ സാധിച്ചേർന്ന് നിൽക്കുന്നതിന് ഉപദേശിക്കുകയുണ്ടായി. പറയുന്നു, ഈ രാജ്യത്തിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക മാർഗം ജമാഅത്തും മസ്ജിദുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. മുസ്ലിഉദ്ദീൻ സമൂദ് സാഹിബ് മുറബി കാനഡ പറയുന്നു, നാദിർ ഹുസൈൻ സാഹിബ് എനിക്ക് എഴുതുകയുണ്ടായി. ഖലീഫ വക്തിന്റെ ഖുത്ബകൾ കേൾക്കുകയും പിന്നീട് അതിന്റെ പ്രിന്റ് എടുക്കുകയും ഉണ്ടായി. വീണ്ടും അത് കേട്ടുകൊണ്ടു. പിന്നീട് അദ്ദേഹത്തിന്റെ ഫയലിൽ അത് സംരക്ഷിക്കുകയുണ്ടായി. വീട്ടിൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളുടെ അറബി ഗ്രന്ഥങ്ങളുടെയും ഹസ്രത്ത് മുസ്ലിം മോദിന്റെ തഫ്സീർ കബീറിന്റെ 10 വാള്യത്തിന്റെ അറബി തർജിമ തന്റെ ഭാഷയിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ജുമാക്ക് വേണ്ടി വരുമ്പോഴും പോകുമ്പോഴും അദ്ദേഹം അത് കേൾക്കുമായിരുന്നു. പിന്നീട് തിലാവത്തും കേൾക്കുമായിരുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ ദറസുൽ ഖുർആൻ അറബിയിലെ തർജിമ MDAയിൽ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതും അദ്ദേഹം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു. പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. പല പ്രാവശ്യവും ഞാൻ താമസിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് മുമ്പ് 1.5-2 മണിക്കൂറിന് മുമ്പ് തഹജ്ജുദ് സമയത്ത് കരയുന്നതിന്റെയും വിങ്ങിപ്പൊട്ടുന്നതിന്റെയും ശബ്ദം വിനീതം കേട്ടിട്ടുണ്ട്. അദ്ദേഹം TV കാണുകയാണെങ്കിൽ MDA മാത്രമാണ് കാണുക, അതല്ലെങ്കിൽ ചില വാർത്തകൾ കാണുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ MDA കേടായി. അദ്ദേഹം ഉടൻ തന്നെ സന്ദേശം അയച്ചുകൊണ്ട് MDA ശരിയാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അതുകൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന്. ഷമൂർ സാഹിബ് ഇതും എഴുതുന്നു. ഈ ദുആ അദ്ദേഹം നമസ്കാരത്തിൽ ചെല്ലാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ അത്തിമം അലൈന നിഅമത്തുൽ ഖിലാഫ. അല്ലാഹുവേ, ഞങ്ങൾ ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഉന്നതമായിട്ടുള്ള പ്രയോജനങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള തൗഫീഖ് നൽകണമേ. എപ്പോഴാണ് ദുആ ചെയ്യുന്നത് അപ്പോഴൊക്കെ അദ്ദേഹം കരയുമായിരുന്നു. ഈ സംഭവം പറയുന്നു, ഇത് എന്റെ മുമ്പിൽ പലതവണ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു മർഹൂമിനും മഗ്ഫൂറിനും അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മകനും ഭാര്യയ്ക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവർ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ബയ്യത്തിൽ വരുന്നവരായി തീരട്ടെ. അവർക്കും അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത ദുആകൾ എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.
أكبر.